ആറന്മുള വള്ളംകളി മത്സര വള്ളംകളി തുടരുകയാണ്. സുജു ചേരുന്നു. സുജു, എങ്ങനെ പുരോഗമിക്കുന്നു വള്ളംകളി? ഷമി, മത്സര വള്ളംകളി അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ ബ്രേക്ക് ഇട്ട സമയത്തായിരുന്നു എൻ്റെ ഫൈനൽ മത്സരം നടന്നത്. അതിപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ആർക്കാണ് ഈ എ ബാച്ച് ബി ബാച്ച് മത്സരങ്ങളിലും അതുപോലെ എ ബി ബാച്ച് മത്സരങ്ങളിലെ ലൂസേഴ്സ് ഫൈനലിൽ ആർക്കാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയെന്നുള്ള കാര്യമാണ് അറിയാനുള്ളത്. അത് അല്പസമയത്തുള്ളതിൻ്റെ ഫലം പ്രഖ്യാപിക്കും. അതിനായിട്ടാണ് ഇപ്പോൾ ഈ 52 കരയിലെ ജനതയും കാത്തിരിക്കുകയാണ്. ആറന്മുളക്കാരെല്ലാം തന്നെ തയ്യാറായിരിക്കുന്നതും ഫലം ആർക്കനുകൂലമെന്ന് അറിയാൻ വേണ്ടിയാണ്. നമുക്കറിയാം, വൈകിയാണ് മത്സരം നടന്നത്. ഇരുട്ടത്താണ്. പലതും ഫോട്ടോ ഫിനിഷിംഗ് കൂടിയായിരുന്നു. അതിനാൽ തന്നെ ക്യാമറ ദൃശ്യങ്ങളൊക്കെ ഒരുപക്ഷെ പരിശോധിച്ച ശേഷമായിരിക്കാം ജഡ്ജസ് അതൊരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക. ആ തീരുമാനം അല്പസമയത്തുള്ളിൽ പ്രഖ്യാപിക്കും. ഇപ്പോൾ മത്സരം അവസാനിച്ചിരിക്കുകയാണ് ഷമി. ഏത് വള്ളങ്ങൾക്കാണ് സമ്മാനം എന്നുള്ളത് അറിയാൻ ഇനിയും കാത്തിരിക്കണോ സുജു? തീർച്ചയായിട്ടും ഷമി, ഇനി ഏത് വള്ളത്തിനാണ് ഇത് ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നതെന്ന് അറിയാൻ ഇനി കാത്തിരിക്കണം. ആ കാത്തിരിപ്പിലാണ് ഇപ്പോൾ പമ്പയാറിൻ്റെ ഇരുകരങ്ങളിലുള്ള ആളുകൾ, അതുപോലെ ലോകമെമ്പാടുമുള്ള മലയാളികൾ. ഇത് നമുക്കറിയാം, ആറന്മുള വള്ളംകളി പമ്പയാറിൻ്റെ ഇരുകരകളിലോളം അല്ലെങ്കിൽ 52 കരകളിലുള്ള ഈ ചുറ്റുപാട് നിൽക്കുന്ന ആളുകൾ മാത്രമല്ല, ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് മലയാളികൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മത്സര വള്ളംകളി കൂടിയാണ്. സാംസ്കാരിക ഉത്സവം കൂടിയാണ്. ഇതിൻ്റെ വിജയ് ആരെന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അല്പസമയത്തുള്ളിൽ ഫലപ്രഖ്യാപനം വരും. അതിനായുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പള്ളിയോട സേവാ സംഘത്തിൻ്റെ ഭാരവാഹികൾ, അതുപോലെ റേസിംഗ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, മറ്റ് ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ ആളുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ ഫലം പ്രഖ്യാപിക്കുന്ന ആ ചടങ്ങിലേക്ക് അല്പസമയത്തിനുള്ളിൽ കിടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ മത്സരവള്ളംകളി അവസാനിച്ചിരിക്കുകയാണ്. പമ്പയാറിൻ്റെ തീരത്ത് നമുക്കറിയാം, ഓളപ്പരപ്പിളെ കീറിമുറിച്ചുകൊണ്ട് ഏറ്റവും ആവേശകരമായ ഫൈനൽ മത്സരമായിരുന്നു നടന്നത്. പരപ്പുഴ കടവിൽ നിന്ന് വള്ളിയോടങ്ങൾ തിരിച്ച് ഏതാണ്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്നവരെ ഇഞ്ചോടിഞ്ച് മത്സരമാണ് കാഴ്ചവെച്ചത്. അതിശക്തമായ മത്സരം എന്ന് തന്നെ പ്രകടിപ്പിക്കുന്നു. ഒരുപക്ഷെ ഇത്തരം മത്സരത്തിന് തന്നെയാണ് ഇവിടെ എത്തിയ 10,000 കണക്കിന് ആളുകളും കാത്തിരുന്നതും ആഗ്രഹിച്ചതും മത്സരം. അത്തരത്തിൽ എല്ലാവരുടെയും ആഗ്രഹം പോലെ തന്നെ അതിശക്തമായ മത്സരം, ഇഞ്ചോടിഞ്ച് ഉള്ള മത്സരമാണ് നടന്നത്. ഇനി അറിയാനുള്ളത്, ഈ ഇഞ്ചോടിഞ്ച് നടന്ന മത്സരത്തിൽ 2 ഫൈനൽ, എ ബാച്ച് മത്സരത്തിൻ്റെ ഫൈനൽ, ബി ബാച്ച് മത്സരത്തിൻ്റെ ഫൈനൽ, എ ബാച്ചിൻ്റെ ലൂസേഴ്സ് ഫൈനൽ, ബി ബാച്ചിൻ്റെ ലൂസേഴ്സ് ഫൈനൽ. ഈ മത്സരങ്ങളിൽ ആരാണ് ഇപ്പോൾ കപ്പിൽ മുത്തമിടുക എന്നാണ് ഇനി അറിയാനുള്ളത്. മത്സരങ്ങളിൽ പങ്കെടുത്തത് ഇപ്പോൾ എ ബാച്ച് ഫൈനലിൽ പങ്കെടുത്ത നെല്ലിക്കൽ, കോയിപ്പുറം, ഇടനാട്, ഇടപ്പാവൂർ, പേരൂർ കരകളിലെ പള്ളിയോടങ്ങളാണ് മത്സരിച്ചത്. ബി ബാച്ചിൽ ഇടക്കുളം, കൊറ്റത്തൂർ, കൈതക്കോടി, കൊടിയാട്ടുകര, തോട്ടപ്പുഴശ്ശേരി പള്ളിയോടങ്ങളുമാണ് മത്സരിച്ചത്. ഇവരുടെ മത്സരങ്ങൾ പൂർത്തിയായി. ഇനി ആവേശത്തോടെ കാത്തിരിക്കുന്നത് ഫോട്ടോ ഫിനിഷിംഗ് ഉൾപ്പെടെ അവസാനിച്ച മത്സരത്തിൽ ഏത് പള്ളിയോടമാണ് ഇത്തവണ ഈ ട്രോഫി കരസ്ഥമാക്കുന്നത്. നമുക്ക് ആറന്മുള വള്ളംകളി എന്ന് പറയുമ്പോൾ സാധാരണ ഒരു മത്സര വള്ളംകളിക്കൊപ്പുറത്തേക്ക് വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കരകളുടെ പ്രാതിനിധ്യം കൊണ്ട് മത്സരിക്കുന്ന വള്ളംകളിയാണ്. നമുക്കറിയാം, സാധാരണ ബോട്ട് ക്ലബ്ബുകൾ രജിസ്റ്റർ ചെയ്ത വള്ളംകളിയിൽ പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. കാലാകാലങ്ങളായി, പതിറ്റാണ്ടുകളായി ഈ പള്ളിയോട സഭാ സംഘമൊക്കെ അവകാശപ്പെടുന്ന ജലഘോഷയാത്രയ്ക്ക് ഏതാണ്ട് 7 നൂറ്റാണ്ടിൻ്റെ പഴക്കമുണ്ടെന്നാണ്. 72-ലാണ് മത്സര വള്ളംകളി ആരംഭിക്കുന്നത്. അന്ന് മുതൽ തന്നെ മത്സര വള്ളംകളിയിൽ പങ്കെടുക്കുന്ന 52 കരകളുണ്ട്. 52 കരകളിൽ പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അനുബന്ധ കരകളാണ്. അതിൽ നിന്ന് മാത്രമാണ് ഈ പള്ളിയോടങ്ങളിൽ തുഴച്ചിൽക്കാരായ വള്ളംകളിയുടെ മത്സര വള്ളംകളി അവസാനിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ വിജയികളെ പ്രഖ്യാപിക്കും. സുജു ആണ് വിവരങ്ങൾ നൽകിയത്.